ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു വാട്ടിയിൽ ടെംപ്ലേറ്റ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പം അതിനായിട്ട് നിങ്ങൾ ഇവിടെ ബ്രോഡ്കാസ്റ്റ് എന്നുള്ള ഈ ഒരു ടാബിൽ വന്നതിന് ശേഷം ഇവിടെ ടെംപ്ലേറ്റ് മെസ്സേജസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ന്യൂ ടെംപ്ലേറ്റ് മെസ്സേജ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, അപ്പം ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് വരും, സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് എന്ന് പറഞ്ഞിട്ടും അതുപോലെ യൂസർ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടും. അതായത് പ്രീ ഡിഫൈൻഡ് ആയുള്ള പ്രീ ഡിസൈൻ ചെയ്ത ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കണ്ടൻറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിവിടെ സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം ഫസ്റ്റ് ഇവിടെ നമ്മളിവിടെ ചോദിക്കുന്നത് ടെംപ്ലേറ്റിന് നെയിം കൊടുക്കാനാണ്. അപ്പം ഞാനിവിടെ അതിനൊരു നെയിം കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഏത് കാറ്റഗറിയാണ് നമ്മളിവിടെ ചൂസ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് നമുക്കിവിടെ മാർക്കറ്റിംഗ് എന്നുള്ള കാറ്റഗറിയാണ് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത്. കാരണം ഞാനിവിടെ പ്രൊമോഷണൽ മെസ്സേജാണ് ഞാൻ അയക്കുന്നത്, അതുകൊണ്ടാണ് മാർക്കറ്റിംഗ് കാറ്റഗറി എന്നുള്ളത് ഞാൻ ചൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ലാംഗ്വേജ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മലയാളവും ഇവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം മലയാളം എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അപ്പം ഞാൻ ഈ ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഇംഗ്ലീഷിലാണ്, അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യണം. അതിനുശേഷമുള്ള ഒരു ഓപ്ഷൻസ് ഇവിടെ ഹെഡർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾ നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഹെഡിങ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഹെഡിങ് കൊടുക്കാം. നിങ്ങൾ അയക്കുന്ന ഈ ഒരു ടെംപ്ലേറ്റിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഹെഡിങ് കൊടുക്കാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾ കൊടുക്കുന്ന ഈ ഒരു ടെംപ്ലേറ്റിൻ്റെ അപ്പുറം നിങ്ങൾക്ക് എന്തെങ്കിലും ഫയൽ അറ്റാച്ച് ചെയ്യണം, ഒരു മീഡിയ ഫയൽ അറ്റാച്ച് ചെയ്യണം, ഒരു PDF അങ്ങനെ എന്തെങ്കിലും അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മീഡിയ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇമേജ് ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് JPEG അല്ലെങ്കിൽ PNG ഫോർമാറ്റ് ആയിരിക്കണം. നിങ്ങൾ വീഡിയോ ആണ് അതിൻ്റെ അപ്പുറം സെലക്ട് ചെയ്യുന്നതെങ്കിൽ .mp4 ഫോർമാറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ PDF ഫോർമാറ്റ് ആയിരിക്കണം. ഒരിക്കലും വേർഡ് ഫോർമാറ്റോ മറ്റ് ഫോർമാറ്റുകളോ അയക്കരുത്. PDF ഫോർമാറ്റ് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക നിങ്ങൾ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതാണോ അറ്റാച്ച് ചെയ്യേണ്ടത്, നിങ്ങളുടെ ടെംപ്ലേറ്റിൻ്റെ അപ്പുറം അറ്റാച്ച് ചെയ്യേണ്ടത്, അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ അപ്ലോഡ് മീഡിയ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് നിങ്ങളുടെ ടെംപ്ലേറ്റിൻ്റെ അപ്പുറം അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ജസ്റ്റ് നണ്ണ് കൊടുക്കുകയാണ്. അതിനുശേഷമാണ് നമ്മൾ ടെംപ്ലേറ്റിൻ്റെ ബോഡി പാർട്ട് വരുന്നത്, അതായത് നമ്മളെ കണ്ടൻറ്റ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഞാനിവിടെ ജസ്റ്റ് ഹായ് എന്ന് പറഞ്ഞു കൊടുക്കണം. ഹായ് എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് അവിടെ അവരുടെ നെയിം മെൻഷൻ ചെയ്യണം. അവരുടെ നെയിം ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ചിലപ്പം ചില മെസ്സേജസ് ഒക്കെ വരുന്ന സമയത്ത് ഹായ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പേര് മെൻഷൻ ചെയ്തിട്ട് വരുന്നത്. അപ്പം അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ജസ്റ്റ് 2 കേളി ബ്രാസസ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ നെയിം എന്ന് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഇവിടെ ആ കേളി ബ്രാസസ് ക്ലോസ് ചെയ്തതിനു ശേഷം കോമ കൊടുക്കുക. ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിലെ കോമ ഒഴിവാക്കുക. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് അവർക്ക് കിട്ടുന്ന സമയത്ത് ഈ കേളി ബ്രാസസും അതിനുള്ളിലുള്ള ആ നെയിമിന് പകരം അവരെ നെയിമായിരിക്കും അവിടെ മെൻഷൻ ചെയ്ത് വരിക. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ആ ഒരു കാര്യം സെറ്റ് ചെയ്യുന്നത്, അവരുടെ പേര് സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, എന്താണോ കണ്ടന്റ് വേണ്ടത്, ആ ഒരു കണ്ടന്റ് കൊടുക്കാൻ പറ്റും. കണ്ടന്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫൂട്ടർ സെക്ഷൻ കൂടി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കാണുകയാണെങ്കിൽ മാർക്കറ്റ് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഒരു കാര്യം ഇവിടെ വന്നിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ ഫൂട്ടറിൽ വേണമെങ്കിൽ എനിക്ക് എന്ത് കൊടുക്കാം, ആർ യു ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ് ചോദിക്കാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ ഒരു ഫൂട്ടർ വന്നിരിക്കുന്നത്. ആ ഒരു അതിൻ്റെ ബോഡി അല്ലാതെ ജസ്റ്റ് ഒരു കുറച്ച് ഡിമ്മായിട്ടൊരു ഫൂട്ടർ സെക്ഷൻ ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇതിലൊരു ഓപ്ഷൻ, നിങ്ങൾക്ക് ഇവിടെ ബട്ടൺ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ബട്ടൺ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പം പലപ്പോഴും നിങ്ങൾക്ക് പല മെസ്സേജസും വാട്ടിയിൽ
വാട്സപ്പിൽ പല പ്രൊമോഷണൽ മെസ്സേജസും വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പലതിനും താഴെ ബട്ടൺസ് ഉണ്ടാവും. ഒന്ന് കോൾ ചെയ്യാനുള്ള ബട്ടൺ, അല്ലെങ്കിൽ വെബ്സൈറ്റിലേക്ക് പോകാനുള്ള ബട്ടൺ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ്, നോട്ട് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യാനുള്ള ബട്ടൺസ്. അപ്പോൾ ഇങ്ങനത്തെ ബട്ടൺസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഒന്നുള്ളത് കോൾ ടു ആക്ഷൻ ബട്ടണാണ്. കോൾ ടു ആക്ഷൻ ബട്ടണിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വെബ്സൈറ്റ് ആഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ കോൾ ചെയ്യാനുള്ള ഫോൺ നമ്പർ കൊടുക്കാൻ പറ്റും. അപ്പം ഇപ്പോൾ സെൽഫോണാണ് കൊടുക്കുന്നത് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കോൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബട്ടൺ ഒരു പേര് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ നമ്പർ ഇവിടെ വിത്ത് കൺട്രി കോഡ് ഉൾപ്പെടെ കൊടുക്കുക. കൺട്രി കോഡ് ഉൾപ്പെടെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിലുള്ളൊരു ബട്ടൺ ആയിരിക്കും ആ ഒരു ടെംപ്ലേറ്റിൻ്റെ കൂടെ വരിക. ഇൻ കേസ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോൾ ബട്ടൺ അല്ല, നിങ്ങൾ വെബ്സൈറ്റിലേക്കാണ് ആ ഒരു വിസിറ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് വിസിറ്റ് വെബ്സൈറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ആ ഒരു രീതിയിൽ വിസിറ്റ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റും. എന്ന് പറഞ്ഞ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ വിസിറ്റ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവർ നേരെ എത്തുന്നത് നിങ്ങളെ വെബ്സൈറ്റിലേക്കായിരിക്കും. ഓക്കെ, ശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളൊരു കാര്യം കൂടി ചെയ്യണം. അത് സേവ് ആൻഡ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ നിങ്ങൾ ജസ്റ്റ് കേളി ബസ് 2 പ്രാവശ്യം ഓപ്പൺ ചെയ്തതിന് ശേഷം നെയിം എന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ആ ഒരു നെയിം എന്ന് പറഞ്ഞിട്ട് കേളി ബസ്സിൽ അവിടെ മെൻഷൻ ചെയ്തുകൊണ്ടാണ്. ഇത്രയും ചെയ്തതിന് ശേഷമായിരിക്കണം നിങ്ങൾ സേവ് ആൻഡ് സബ്മിറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ സേവ് ആൻഡ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യമൊക്കെ നിങ്ങൾക്ക് കുറച്ചധികം സമയം എടുക്കും ഇത് അപ്രൂവ് ആയി കിട്ടാൻ. പിന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഇവരെല്ലാ ഗൈഡ് ലൈനും ഒബേ ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വിത്തിൻ ഒരു 1 അവറിനുള്ളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ ടെംപ്ലേറ്റ് അപ്രൂവ് ആയി കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതൊന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.